പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി പരിശുദ്ധ അമ്മയോടൊപ്പം അവിടുത്തെ തിരുസ്ഥാനത്തിലായിരിക്കുവാൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയും. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, അമ്മയോടൊപ്പം ഈശോയുടെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഭാഗ്യം മനുഷ്യ മക്കൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കാനില്ല. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് ദൈവമാതാവായ പരിശുദ്ധ അമ്മ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മ. അമ്മയോട് കൂടെ ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ ആയിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തോടും ആ നന്ദിയോടും കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെയും സ്നേഹത്തെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്നത്തെ ഈ ദൈവ കരുണയുടെയും ജപമാലയുടെയും വചനത്തിൻ്റെയും ശക്തമായ സാന്നിധ്യത്തിൽ നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാം. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ അരികിലേക്ക് കടന്നു വരാം. അമ്മയോടൊപ്പം നമുക്ക് അവിടത്തോടു കൂടി ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആമേൻ, ആമേൻ യേശുനാഥ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു. ആമേൻ, ആമേൻ യേശുനാഥ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥ. മലാക്കമാരോട് ചേർന്ന് എല്ലാ വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയ സാന്നിധ്യത്തില് അങ്ങയുടെ മക്കൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം അങ്ങയോട് കൂടി ആയിരിക്കുന്നു. ഞങ്ങളെ തന്നെ പരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. നിത്യപിതാവേ, നിത്യപിതാവേ, നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, അമ്മയോടൊപ്പം അങ്ങയോട് കൂടി ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളിൽ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും കത്തോലിക്ക തിരുസഭയെയും ലോകം മുഴുവനെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ലോകം മുഴുവനെയും ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്കും ദിവ്യകാരുണ്യനാഥ അമ്മയിലൂടെ, അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കൃപകൾ ചൊരിഞ്ഞ് ശക്തിപ്പെടുത്തി അഭിഷേകം നിറച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അളവില്ലാത്ത സകല നന്മ സ്വരൂപിനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നിസ്സാരരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീബ പ്രതാപവാനായ അങ്ങേ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ
ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ജോർദാൻ നദിയിൽ വച്ച് സ്നാപക യോഹന്നാന്റെ കരങ്ങളിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നള്ളി വരികയും ചെയ്തു എന്ന് ധ്യാനിക്കാം. സ്വർഗത്തിന്റെ വലിയ സാക്ഷ്യപ്പെടുത്തൽ, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗം യേശുവിനെ സാക്ഷ്യപ്പെടുത്തി, ഈശോയെ സാക്ഷ്യപ്പെടുത്തി, ഈ ലോകത്തിന് വേണ്ടി രക്ഷകനായിട്ട് സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക തിരുസഭയെ നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരണനാഥൻ്റെ തിരുസ്ഥാനത്തിൽ സമർപ്പിക്കാം. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയുമെന്ന് പറഞ്ഞ് തിരുസഭയെ പത്രോസ്ലീഹായിൽ ഉറപ്പിച്ചു. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചുകൊണ്ട് മുദ്രിതമാക്കിക്കൊണ്ട് സഭയെ സ്ഥാപിച്ചു. അധികാരപ്പെടുത്തിയ ഉറപ്പിച്ച നരകത്തിൻ്റെ വാതിലുകൾ പ്രബലപ്പെടാത്ത വിധം ശക്തമായിട്ട് ദൈവം ഉയർത്തിയ സാന്നിധ്യമാണ് തിരുസഭ. തിരുസഭയുടെ വലിയ ആ ശക്തി ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചറിയുവാൻ, സാത്താൻ്റെ സ്വാധീനങ്ങൾ, നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത വിധം ശക്തമായ സാന്നിധ്യമായി സഭ മാറുവാൻ, സ്വർഗത്തിന് മുദ്രിതമാക്കപ്പെട്ട അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ സഭ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. നമുക്കതിനു വേണ്ടി ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ദിവ്യരഹസ്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രകാശത്തിന്റെ രണ്ടാം ദിവ്യ രഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാനായിൽ വച്ച് വിവാഹ വിരുന്നിന്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ വെള്ളം വീഞ്ഞാക്കി തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ വലിയ ഇടപെടലിന് കാരണമായി തീർന്നല്ലോ. ഗാർഹിക സഭയാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ലഹരി നഷ്ടപ്പെട്ടു പോയ, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, സമ്പത്തിൻ്റെ ഇല്ലായ്മകളുടെ നിറവുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അവസ്ഥകളിലൊക്കെ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ, പോരായ്മകളെ കണ്ടറിഞ്ഞ് അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആത്മീയമായും ശാരീരികമായും ഭൗതികമായും മാനസികമായും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ ഈശോയിൽ നിന്ന് അകന്നു കഴിയുന്ന ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളെയും അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയിലേക്ക് ചേർത്ത് പിടിക്കണമേ. സഭയോട് ചേർത്ത് പിടിക്കണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗരാജ്യത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രകാശത്തിന്റെ മൂന്നാം ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ജോർദാനിലെ മാമോദീസായ്ക്കും മരുഭൂമിയിലെ ഒരുക്കത്തിനു ശേഷം ദൈവരാജ്യത്തിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവിന്റെ സത്യസുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടാനുള്ള സഭയുടെ എല്ലാ പ്രയത്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനെ പ്രഘോഷിക്കുവാൻ, മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സന്ദേശം പ്രഘോഷിക്കുവാൻ സഭയ്ക്ക് ഇടയാകണം. ഈ ലോകത്തിൻ്റെ പൈശാചികതയുടെ ആധിപത്യങ്ങളെ തകർത്തെറിയുവാൻ, ക്രൂശിതന്റെ ശക്തി, കുരിശുമരണത്തിന്റെ ശക്തി പ്രഘോഷിക്കുവാൻ, മനസാന്തരത്തിലേക്ക് അനേക മക്കളെ ആനയിക്കുവാൻ, പശ്ചാത്താപത്തിലേക്ക് അനേകം മക്കളെ കൊണ്ടുവരുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ പൂർണ്ണതയിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ പ്രഘോഷിക്കാൻ വേണ്ട അഭിഷേകം സഭയ്ക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ എല്ലാ അഭിഷിക്തരെയും എല്ലാ സമർപ്പിതരെയും നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ, ലൗകികതയുടെ പിന്നാലെ പോകാതെ, സമ്പത്തിൻ്റെ പിന്നാലെ പോകാതെ, വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തത പുലർത്തി സഭയുടെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിച്ച് രോഗികളെ സുഖപ്പെടുത്തി സത്യസുവിശേഷം ക്രൂശിതന്റെ വലിയ അഭിഷേകത്തിന്റെ നിറവ് അനേക മക്കളിലേക്ക് എത്തിച്ച് ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സഭയ്ക്കും സഭാമക്കൾക്കും പ്രത്യേകിച്ച് വിളിക്കപ്പെട്ടവർക്കിടയാകട്ടെ. അതിനെല്ലാം വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്കൊരുമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രകാശത്തിന്റെ 4-ാം ദിവ്യ രഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ താബോർ മലമുകളിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ രൂപാന്തരപ്പെട്ട് തൻ്റെ സ്വർഗീയ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി എന്ന് ധ്യാനിക്കാം. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അങ്ങയുടെ മക്കൾക്ക് സഭയ്ക്കിടയാകട്ടെ. ഓരോ ദേവാലയത്തിലും ദിവ്യ സക്രാരികളിൽ സജീവനായി വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സഭയ്ക്കിടയാകണം. ദിവ്യ കാരുണ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സഭയ്ക്കിടയാകണം. ഈശോയെ, അങ്ങയുടെ വേദനയാണല്ലോ സക്രാരിയിൽ ഞാൻ എഴുന്നള്ളിയിരുന്നിട്ട് ദിവ്യ സക്രാരിയിൽ ദിവ്യ കാരുണ്യത്തിൽ ഞാൻ വസിച്ചിട്ട് എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ മക്കൾ എന്നെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നു, വിളിക്കപ്പെട്ടവർ പോലും എൻ്റെ കൂടെയില്ല. അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട കർത്താവ് ജീവിക്കുന്ന സാന്നിധ്യമായി ദിവ്യ കാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ദേവാലയങ്ങളിൽ അനേകം മക്കള് സക്രാരിയുടെ മുമ്പിൽ ഓടിയണയുവാൻ, ദിവ്യ കാരുണ്യത്തിലേക്ക് ഓടിയണയുവാൻ, വിശുദ്ധ കുർബാനയിലേക്ക് ഓടിയണയുവാൻ, അങ്ങനെ ഈശോയുടെ മഹത്വം ദർശിച്ച് ഈശോയെ സ്വന്തമാക്കി പത്രോസും സ്ലീഹന്മാരും പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ആ ഒരു വലിയ അഭിഷേകം സഭയ്ക്ക് ദൈവമക്കൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ.
അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രകാശത്തിന് 5-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സഹ്യോനൂട്ടുശാലയിൽ വച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അവർക്ക് സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകുകയും ചെയ്തതിനു ശേഷം അവിടുത്തെ സ്നേഹത്തിൻ്റെ ശാശ്വത സ്മാരകമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ, ഞങ്ങളോട് ഒന്നായിത്തീരുവാൻ അങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ സാന്നിധ്യമായിട്ട് ഞങ്ങളുടെ കൂടെ വസിക്കാൻ തിരുമനസ്സായി. അതിനുവേണ്ടി അങ്ങ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യ കാരുണ്യനാഥ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി സ്വന്തമാക്കാൻ അങ്ങ് പറഞ്ഞില്ലേ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്തല്ലാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. ജീവൻ നൽകുന്ന ദിവ്യ കാരുണ്യമായി അങ്ങ് മാറിയിട്ടും
അങ്ങയെ സ്വീകരിക്കാത്ത എല്ലാ മക്കൾക്കും വേണ്ടി മാപ്പ് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയെ, എല്ലാ മക്കളും അങ്ങയുടെ സ്നേഹം അനുഭവിക്കട്ടെ, അങ്ങയെ സ്വന്തമാക്കട്ടെ, അങ്ങയെ സ്വീകരിക്കട്ടെ. അതിനുള്ള വലിയൊരു തുറവി എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ, അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കി കർത്താവേ, അങ്ങയുടെ മക്കൾ ദേവാലയങ്ങളിലേക്ക് ഓടി അണയണം, അങ്ങയെ സ്വീകരിക്കണം. അതിനുവേണ്ടി പാപങ്ങളെ വിട്ടുപേക്ഷിക്കണം. വിശുദ്ധിയോടെ ബലിയർപ്പിച്ച് വിശുദ്ധിയോടെ അങ്ങയെ സ്വീകരിച്ച് അങ്ങയുടെ ജീവന്റെ സമൃദ്ധി പ്രാപിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. സഭയ്ക്ക് അതിലൂടെ അങ്ങയുടെ വലിയ അഭിഷേകത്തിന് നിറവിൽ അങ്ങയുടെ മക്കൾ കരുത്തുള്ളവരായി തീരുവാനും ഇടയാകട്ടെ. അങ്ങനെ അഭിഷേകത്തിന് നിറവിൽ ലോകം മുഴുവനും ഒരു സാക്ഷ്യമായി തീരുവാൻ, സാന്നിധ്യമായി തീരുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിലൂടെ ലോകം മുഴുവനും മാനസാന്തരത്തിലേക്കും അങ്ങയിലേക്കും കടന്നു വരുവാനും ഇടയാകണം. അതിനെല്ലാം വേണ്ടി ഈശോയെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ,
സ്ലിഹന്മാരായ മാർ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയാ ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയാ ഒഴുകേണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും വലിയ അഭിഷേകം നിറയട്ടെ. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. വലിയ ശക്തിയായി അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയാ ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയാ ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയാ ഒഴുകേണമേ. തീ പോലെ തീ പോലെ തീ പോലെ തീ 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 പോലെ തീ പോലെ എല്ലാ മക്കളിലേക്കും അഭിഷേകത്തിന്റെ തീ ആളിക്കത്തട്ടെ, കത്തി പടരട്ടെ. കർത്താവേ, ഉന്നതമായ അഭിഷേകം പരിശുദ്ധ അമ്മയിലേക്ക് നിറഞ്ഞതുപോലെ, ആദിമസഭയിൽ നിറഞ്ഞതുപോലെ, ശ്ലീഹന്മാർ നിറഞ്ഞതുപോലെ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ മക്കളിലേക്കും, ദേശം മുഴുവനിലേക്കും, സഭ മുഴുവനിലേക്കും.
ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 ശക്തികൾ യേശുവേ 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 ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ആരാധന 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 സ്തുതി സ്തുതി മഹത്വം മഹത്വം മഹത്വം. ഈശോയേ, നന്ദി കർത്താവേ, സ്തുതി. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. എല്ലാവരും ചേർന്ന് പാടിക്ക മക്കളെ. ആവേ ആവേ അമ്മേ 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 മാതാവേ, അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ അമ്മേ മാതാവേ, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അമ്മേ, യോഹന്നാന്റെ കൂടെ എന്ന പോലെ ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ വീട്ടിലും കൂടെ വസിക്കുന്ന അമ്മേ, അമ്മയുടെ സജീവ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയെ ഞങ്ങൾക്ക് തന്നയ ത്രിയേക ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മയുടെ കൂടെയുള്ള വാസത്തിന് ഞങ്ങൾ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മേ, ഈശോയിലേക്ക് ഞങ്ങളെ ചേർക്കണമേ, വചനത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. സാത്താനെതിരെ ഞങ്ങളുടെ ആയുധമായ പരിശുദ്ധി അമ്മേ, സാത്താൻ ഇതുപോലെ ഞങ്ങളെ ആക്രമിച്ച് സഭയെ നശിപ്പിക്കാൻ, കുടുംബങ്ങളെ തകർക്കാൻ, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങൾക്ക് സംരക്ഷണമാകട്ടെ. സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും അമ്മയുടെ നീലങ്കിയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യ മധ്യസ്ഥം ഞങ്ങളോട് കൂടി ഉണ്ട്, ഞങ്ങളത് അനുഭവിക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് നാം ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മേ മാതാവേ, അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് അമ്മയുടെ മക്കളായ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയുടെ കൂടെ ആയിരിക്കാമെന്ന് പറഞ്ഞാൽ അത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം അമ്മയുടെ കൂടെ ആയിരിക്കുന്നു, അമ്മയുടെ കൂടെ ജപമാല ചൊല്ലുന്നു, അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നു, അമ്മയുടെ ശക്തി സ്വന്തമാക്കുന്നു. അങ്ങനെ കരുത്തോടെ, അഭിഷേകത്തോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചും അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്തെക്കുറിച്ചും അമ്മയുടെ ശക്തമായ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അല്പസമയം പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചിന്തിക്കുന്നൊരു വലിയ വിഷയം, അമ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ജീവിതമാണ്. വചനമനുസരിച്ച് വചനമാകുന്ന വഴിയിലൂടെ ചരിക്കേണ്ട ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? അമ്മയെ പഠിക്കുക. അതുകൊണ്ട് കത്തോലിക്ക സഭ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, മേരി ഈസ് ദ മോഡൽ ആൻഡ് എക്സാമ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. പരിശുദ്ധ അമ്മ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകയാണ്, വഴികാട്ടിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ ഈ
ബൈബിള് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ബൈബിൾ പഠനം ഒരു വലിയ വിഷയമായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിൾ എന്നുള്ളത് നമുക്ക് സാധാരണ ഒരു ശാസ്ത്രം പോലെ പഠിക്കാനുള്ളതല്ല. വചനം ജീവിതത്തിൽ മാംസം ധരിക്കാനുള്ളതാണ്. ഈ വചനത്തെ സ്വീകരിച്ച്, ഈ വചനത്തിന് സമർപ്പിച്ച്, ഈ വചനത്തെ ജീവിതത്തിൽ മാംസം ധരിക്കണം. ഇന്ന് അതിന് പകരമായിട്ടെന്ന പോലെ വലിയ വലിയ പണ്ഡിതന്മാരും വലിയ ബൈബിൾ പ്രഘോഷകന്മാരും അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നവരും ബൈബിളിനെ കുറിച്ച് ഒത്തിരി പഠിപ്പിക്കും. ചില ആൾക്കാരിങ്ങനെ പഠിപ്പിക്കുന്നത് ജെറിക്കോയിൽ നിന്ന് ജെറൂസലേമിലേക്ക് എത്ര ദൂരം ഉണ്ടായിരുന്നു, അതിലെത്ര അടിയുണ്ട്, എത്ര മീറ്റർ ഉണ്ട്, ഇതൊക്കെയാണ് പഠനം. ചിലർക്ക് പറയും പത്രോസിൻ്റെ വഞ്ചിക്ക് എന്തുമാത്രം വിസ്താരം ഉണ്ടായിരുന്നു. പത്രോസിൻ്റെ വഞ്ചിക്ക് എന്തുമാത്രം വിസ്താരം ഉണ്ടായാലും പ്രിയപ്പെട്ട മക്കളെ, അതൊന്നും നമ്മെ സ്വാധീനിക്കുന്ന ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ വചനം എന്ന് പറഞ്ഞാൽ, ബൈബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അത് ജീവിക്കാനുള്ള വലിയ ജീവിതമാണ്. ഇന്ന് പലരും ഇങ്ങനെ പരാതി പോലെ പറയാറുണ്ട്, ഭയങ്കര ബൈബിൾ പഠന, ബൈബിൾ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ കുടുംബത്തിൽ എൻ്റെ അച്ഛോ രക്ഷയില്ല. എപ്പോഴും ബൈബിൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും. അവരുടെയും ഇവരുടെയും അവിടത്തെയും ഇവിടുത്തെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കും. കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സ്നേഹമില്ല, ഒരു ക്ഷമയില്ല, ഒരു എളിമയില്ല, ക്ഷമിക്കത്തില്ല, ഭയങ്കര വാശി, ഇങ്ങനെയാണ്. എന്നിട്ട് ബൈബിൾ പഠനം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിച്ചോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിശുദ്ധ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൽ ബൈബിളിനെ പകർത്തിയ, വചനത്തെ മാംസം ധരിച്ച അല്ലെങ്കിൽ ധരിപ്പിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. വചനം മാംസം ധരിച്ചവൾ. അതുകൊണ്ട് തന്നെ ഈ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാണ്. എന്ന് പറഞ്ഞാൽ ബൈബിൾ നീ പഠിക്കാൻ പോണേക്കാനും മുമ്പ്, പഠിച്ചില്ലേലും അങ്ങനെയല്ലട്ടോ ഞാൻ പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ ജീവിതം അടുത്ത് അനുഗമിക്കാൻ ശ്രമിച്ചാൽ മതി. അത് തന്നെയാണ് പ്രിയപ്പെട്ട മക്കളെ ശരിക്കുമുള്ള ഒരു ബൈബിൾ പഠിക്കാനുള്ള എളുപ്പവഴി. എന്ന് പറഞ്ഞാൽ വചനം പഠിക്കണോ, മാതാവിനെ ശരിക്കും പഠിക്കി. മാതാവിൻ്റെ പ്രമാണാനുഷ്ഠിതമായ ജീവിതം, മാതാവിൻ്റെ എളിമ, മാതാവിൻ്റെ സ്വഭാവം, മാതാവിൻ്റെ ദൈവാശ്രയത്വം, മാതാവിന് ദൈവത്തിന് സമർപ്പിക്കാൻ ഇടയായ ആ വലിയ സമർപ്പണത്തിൻ്റെ കരുത്ത്, സഹനത്തിന് വഴിയിലൂടെ കടന്നു പോയപ്പോൾ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, സങ്കടമില്ലാതെ അതിനെ സ്വീകരിക്കാൻ സാധിച്ച പരിശുദ്ധ അമ്മയുടെ കരുത്ത് ജീവിതം. 1990 മെഡ്ജുഗോറിയിൽ 6 മക്കൾക്കാണല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1999 ജൂൺ മാസം 25-ാം തീയതി പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം കൊണ്ട് എൻ്റെ സന്ദേശങ്ങൾ ജീവിക്കുകയും എനിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുവിൻ. കേട്ടോ, നിങ്ങളുടെ ജീവിതം കൊണ്ട് എൻ്റെ സന്ദേശങ്ങൾ ജീവിക്കണം. നമ്മളൊക്കെ വലിയ മാതൃഭക്തരാ. ജപമാല 10, 20, 30, 40 ചൊല്ലിക്കൂട്ടുന്നവരാ. ചില ആൾക്കാർ എണ്ണം പറയാറുണ്ട്, ഞാൻ ഇന്ന് 10 കൊന്തയില്ലി, 50 കൊന്തയില്ലി. പ്രിയപ്പെട്ട മക്കളെ, അതല്ല. അമ്മ പറയാണ്, അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾ ജീവിതം കൊണ്ട് ജീവിക്കണം. നിങ്ങളുടെ ജീവിതം കൊണ്ട് എൻ്റെ സന്ദേശം ജീവിക്കണമെന്ന്. നമുക്കറിയാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടാലും അനേകം ഇടങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്ന കാര്യം, മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക്, എൻ്റെ പുത്രനുമായിട്ട് അനുരഞ്ജനപ്പെട്, എൻ്റെ മകനിലേക്ക് കടന്നുവാ, കുരിശുമാനെ സ്വന്തമാക്ക്. ഇങ്ങനെ മാതാവിൻ്റെ സന്ദേശം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ജീവിക്കണം. അതാണ് മാതൃഭക്തി. കുറച്ച് കൊന്തയൊക്കെ ചൊല്ലിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ഈ മാതാവിൽ നിറഞ്ഞു നിന്ന ദൈവവചനത്തിൻ്റെ സാന്നിധ്യം, അത് അമ്മ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കി, അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മനോഭാവങ്ങളെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ കുടുംബ ജീവിതത്തെ അമ്മ എങ്ങനെ ജീവിച്ചുവോ, അമ്മ എങ്ങനെ
വചനത്തിന് സമർപ്പിച്ച് അനുസരിച്ചുവോ അതുപോലെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മാതാവിനെ കുറിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. കൊന്ത ഇട്ടുകൊണ്ട് നടക്കാനും കൊന്ത ഉയർത്തിപ്പിടിക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, മാതാവിൻ്റെ ജീവിതം സ്വീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മാതാവിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം മാത്രം ഇന്ന് വിചിന്തന വിഷയമായിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കണം. അതായത് മാതാവിനെ ദൈവം വിളിച്ചത് ഒരു പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടിയാണ്. എന്നെയും നിന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് അതേത് ജീവിതാന്തസ്സിലേക്കുമാകട്ടെ, കുടുംബജീവിതത്തിലേക്കായിരിക്കാം, പൗരോഹിത്യത്തിലേക്കായിരിക്കാം, സന്യാസ ജീവിതത്തിലേക്കായിരിക്കാം, ഏകസ്ഥ ജീവിതത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൗത്യം നിനക്ക് വേണ്ടി ദൈവം നിയോഗിച്ച് വച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണോ അതിനുവേണ്ടി ദൈവഹിതത്തിന് പരിപൂർണമായിട്ടും സമർപ്പിച്ചു. അതിനുവേണ്ടി മാതാവ് തന്നെ വിട്ടുകൊടുത്തു. മാതാവിന് വചനമൊക്കെ അറിയാം, എല്ലാ വചനങ്ങളും അറിയാം. ആ വചനം മുഴുവനും അമ്മയിൽ മാംസം ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ വചനത്തിൻ്റെ അറിവിലും മാതാവിനൊരു ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ ദൈവം എന്നെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം? അതിനെക്കുറിച്ച് മാതാവിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കന്യകയായ സിയോൻ പുത്രി, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും? നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ്. അമ്മ തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച ആ നിമിഷം മുതൽ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ കന്യകയായ സിയോൻ പുത്രിയെ പോലെ നാശത്തിൻ്റെ ആഴം വലുതാണ്. അത് സമുദ്രത്തേക്കാൾ നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ് എന്ന് പറഞ്ഞാൽ സഹനം നിറഞ്ഞ, കഷ്ടപ്പാട് നിറഞ്ഞ, വ്യാകുലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം ആയിരുന്നു അമ്മയുടെ ജീവിതം. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്, ദൈവം എന്നെ വിളിച്ചത്, അതിനുവേണ്ടിയാണ് ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം ഈ ദൗത്യത്തെക്കുറിച്ച് മാതാവിന് അറിയാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ, പൗരോഹിത്യ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ, ഏതൊരു ജീവിതത്തിലേക്കും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുമ്പോൾ നമ്മൾ അറിയണം, ഈ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിനുവേണ്ടി ഇതുപോലെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും. ഒരു കാര്യം ഓർക്കണം, ഈ അമ്മയെ പോലെ സമുദ്രം പോലെ വിശാലമായിരിക്കണമെന്നില്ല. എങ്കിലും ജീവിതത്തിൽ സഹനമില്ലാതെ ഒരു ദൗത്യവും പൂർത്തീകരിക്കാൻ നമുക്കാകത്തില്ല. നമ്മൾ അറിയണം. ഇന്ന് ആളുകളുടെയൊക്കെ ഒരു വിചാരം, കുടുംബജീവിതത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ പിന്നെ എല്ലാ സഹനങ്ങളും കഴിഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, അച്ഛനാകട്ടെ, കന്യാസ്ത്രീയാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ഏത് ജീവിതമാകട്ടെ, ഇനി ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, പഠനമാകട്ടെ, ഏത് ജീവിതമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് സഹനത്തിൻ്റെ സാന്നിധ്യം. മാതാവിനെന്താ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവിന് നോക്കിക്കേ, എവിടെയെങ്കിലും പരാതി ഉണ്ടാ? ഇന്ന് നമുക്ക് പരാതികളേ ഉള്ളൂ. ഞാൻ ഓർക്കാം, ഓരോ ദിവസവും ഒത്തിരിയേറെ മക്കൾ വിളിക്കും. സത്യം പറയുമ്പോൾ ഫോൺ എടുക്കാൻ പോലും സമയമില്ല. ഒത്തിരി മക്കളാ പരാതികൾ, ഭർത്താവിനെ കുറിച്ച് പരാതി, ഭാര്യയെക്കുറിച്ച് പരാതി, കുടുംബത്തെക്കുറിച്ച് പരാതി, രോഗത്തെക്കുറിച്ച് പരാതി, മക്കളെക്കുറിച്ച് പരാതി, ജോലിയില്ലാത്തതിനെ കുറിച്ച് പരാതി, സാമ്പത്തിക മേഖലയെക്കുറിച്ച് പരാതി, എല്ലാത്തിനെക്കുറിച്ചും പരാതിയാ. എന്നെ പ്രിയപ്പെട്ട മക്കളെ, എന്നാൽ മാതാവിന്, ദൈവത്തിന്റെ വചനം മാംസം ധരിച്ച മാതാവിന് പരാതിയില്ല. ദൈവത്തോട് പരാതിയില്ല, യേശുപിതാവിനോട് പരാതിയില്ല, ഈശോയോട് പരാതിയില്ല.
സഹോദരങ്ങളുടെ പരാതിയില്ല. ഈ ലോകത്തിൽ താനെടുത്ത ഒരു തീരുമാനത്തോടും പരാതിയില്ല. എന്തുകൊണ്ടാണ്? മാതാവിനറിയാം, എന്നെ ദൈവം സൃഷ്ടിച്ചത്, എന്നെ ദൈവം വിളിച്ചത് ഇതിനു വേണ്ടിയാണ്. 7 വ്യാകുലങ്ങൾ ഏൽക്കുമ്പോൾ ഇനി സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? സമുദ്രത്തിൻ്റെ പ്രത്യേകത, സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വെള്ളം എടുത്താലും ഉപ്പ് രസവും കയ്പ് രസവുമാണ്. അമ്മയുടെ ജീവിതത്തെ 7 വ്യാകുലങ്ങളൊന്നും മാത്രമൊന്നുമല്ല, ഒത്തിരിയേറെ സഹനങ്ങളാണ്. ആ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് സ്വീകരിച്ച്, കാരണം അമ്മയ്ക്കറിയാം ഈശോ വന്നത് കുരിശ് മരിക്കാനാ. ആ കുരിശ് മരണത്തിന് വേണ്ടി ഈശോയ്ക്ക് ജന്മം കൊടുത്ത് ഈശോയെ വളർത്തി വലുതാക്കി അവനെ കുരിശിൽ അർപ്പിച്ച് മാനവകുലത്തിന് രക്ഷകനാക്കി മാറ്റി ജീവന്റെ അപ്പമാക്കി കീറി മുറിച്ച് കൊടുക്കാനാ എന്നെ വിളിച്ചിരിക്കുന്ന. അത് അമ്മയ്ക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ പൗരോഹിത്യത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവം വിളിച്ച വിളിയോട് വിശ്വസ്തത പുലർത്തി ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട ഈ വിളിയോട് വിശ്വസ്തത പുലർത്തി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനും കീറിമുറിയപ്പെടണം. എൻ്റെ സുഖങ്ങള്, എൻ്റെ താല്പര്യങ്ങള്, എൻ്റെ സന്തോഷങ്ങള്, എൻ്റെ കുട്ടികെട്ടികള്, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങള് ഇതെല്ലാം വിട്ടിട്ട് എൻ്റെ കർത്താവിൻ്റെ വചനം ജീവിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ കീറിമുറിയപ്പെടണം. ഈശോ പറഞ്ഞില്ലേ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പമെടുത്ത് മുറിച്ച് പാനീയമെടുത്ത് അത് ഊറ്റിക്കൊടുത്തിട്ട് ഈശോ പറയാ, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, കീറി മുറിയാനുള്ള, രക്തം ഊറ്റിക്കൊടുക്കാനുള്ള ഒരു വിളിയാണ് കർത്താവ് എനിക്കും നിനക്കും നൽകിയിരിക്കുന്നത്. അത് സമർപ്പണ ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ഈ സഹനമുണ്ടാകും. അത് അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ട് അമ്മയ്ക്ക് പരാതിയില്ല. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതായത് കുടുംബജീവിതത്തിൽ അതിൻ്റെതായ സഹനമുണ്ട്. പല പല സ്വഭാവക്കാർ, ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന്, ഭാര്യയുടെ സ്വഭാവം വേറൊന്ന്, അമ്മായിയമ്മയുടെ സ്വഭാവം ഒന്ന്, മരുമകളൊന്ന്, മക്കളൊന്ന്, അങ്ങനെ പല വെറൈറ്റി ആളുകളുള്ള ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കണം. മരണം വരെ ജീവിക്കണം. എളുപ്പമല്ല. ഇനി അതിനിടയിൽ ഒരാൾ മദ്യപാനിയാണെങ്കിലോ, അവിശ്വസ്തനാണെങ്കിലോ, തന്നിഷ്ടക്കാരിയാണെങ്കിലോ, വാശിക്കാരിയാണെങ്കിലോ, പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി ക്ഷമിക്കണം, ഒത്തിരി സഹിക്കണം, ഒത്തിരി കണ്ടില്ലെന്ന് നടിക്കണം, ഒത്തിരിയേറെ ദൈവത്തോട് ചേർന്ന്. ഇവിടേക്കാണ് മാതാവിനെ പഠിക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞ, വചനം പഠിച്ച് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വചനമൊക്കെ ഇട്ട് ജീവിക്കേണ്ട ജീവിതമല്ല വചനാധിഷ്ഠിത ജീവിതം. അത് അമ്മേനെ കണ്ട് പഠിക്കണം. ഈജിപ്തിലേക്കുള്ള പലായനം, ദാരിദ്ര്യത്തിൻ്റെ ജീവിതം, ശെമിയോന്റെ പ്രവചനം, വാള് കുത്തിക്കയറും, ഈശോയെ നഷ്ടപ്പെടുന്നത്, തൻ്റെ ജീവിത പങ്കാളിയുടെ മരണം. വീണ്ടും പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കുരിശിൻ്റെ വഴി, കുരിശിൽ തറക്കല്, കുരിശിൻ്റെ ചുവട്, അവൻ്റെ ശവശരീരം മടിയിൽ കിടത്തല്, അവൻ്റെ ശവശരീരം അടക്കുന്നത്. ഇവിടെയൊന്നും പ്രിയപ്പെട്ട മക്കളെ മാതാവിന് പരാതിയില്ല, മാതാവിന് നിരാശയില്ല, മാതാവ് ആരെയും പഴിക്കുന്നില്ല, മാതാവ് ആരെയും പ്രാകുന്നില്ല. അവിടെയൊക്കെ മാതാവ് ഈ വചനം മാംസം ധരിച്ചു. ഈ വചനത്തിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവ ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരം ആകുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വചനം മാംസം ധരിക്കണമെങ്കിൽ ഇതുപോലെ ഒത്തിരി ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. എത്ര കുടുംബങ്ങളാ ഭർത്താവിൻ്റെ മദ്യപാനത്തിൻ്റെ പേരിൽ ഡൈവോഴ്സ്, ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഡൈവോഴ്സ്, സമാധാനമില്ലാത്ത അന്തരീക്ഷം വരുമ്പോൾ ജീവിക്കാൻ പറ്റത്തില്ല, ഇറങ്ങിപ്പോക്ക്. മാതാവിനെ, ഇത് വചനം പഠിക്കും മക്കളെ, മാതാവിനെ പഠിക്കി. ഒരു പരാതിയില്ല, ഒരിറങ്ങിപ്പോക്കില്ല. താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് മരണം വരെ ഇത് ജീവിക്കാനാ. എൻ്റെ പൗരോഹിത്യം ബ്രഹ്മചര്യത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, അനുസരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവജനത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധിയോടെ അഭിഷേകത്തോടെ ബലിയർപ്പിച്ച് ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കേണ്ട അപ്പൻ്റെ പണി ഫാദർ വിളിക്കപ്പെട്ടവനാ. ഞാൻ അതിനുവേണ്ടി ജീവിക്കണം.
അവിടെ ഒത്തിരി ഉപേക്ഷിക്കലുണ്ട്, ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്, പൈശാചികമായ ആക്രമണങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അതൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ചെയ്യേണ്ടത് പരിശുദ്ധ അമ്മയെ പോലെ നിശബ്ദമായിട്ട് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു മാതൃക. ഈ അമ്മേനെ പഠിക്കുക, ഈ അമ്മയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്ക്. ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ സ്വീകരിച്ച്, അതിനെ കർത്താവിന് നന്ദി പറഞ്ഞ് ചേർത്ത് പിടിച്ച്, അതിനെല്ലാം കുരിശോട്. അച്ഛൻ എപ്പോഴും പറയും, നമ്മുടെ സഹനങ്ങൾ ഈ ജീവിതത്തിലുണ്ട് മക്കളെ. ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം. എന്താണ്? ഈ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് സഹനത്തിലാണ്. അതല്ല ഈശോ പറഞ്ഞേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അതാ വിളി. അവിടെ കുരിശുണ്ട്. ഇന്ന് എല്ലാവരും കുരിശിറക്കി വയ്ക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞെടുക്കുക. ഇവിടെ ആ മാതാവിനെ പഠിക്കണ്ടേ. പിന്നാലെ ഒന്നും മാറിയിട്ടില്ല. ആ കുരിശിൻ്റെ ചുവട് ഒരിക്കൽ പോലും ഇറക്കി വച്ചിട്ടില്ല. ഒരു പരാതിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പല മക്കൾക്കും ഓരോന്നിൻ്റെ പേരിൽ വഴക്ക്. കഴിഞ്ഞ ദിവസം ഒരച്ഛൻ പറയായിരുന്നു, അച്ഛൻ ഇളയ മോനാ വീട്ടിൽ, മൂത്ത 2 ചേട്ടന്മാരും 2 പെങ്ങന്മാരുമാണ്, ഏറ്റവും ഇളയ പുത്രൻ. അപ്പനും അമ്മയുണ്ട്. ചേട്ടൻ്റെ ഭാര്യ ഭയങ്കര പ്രാർത്ഥനക്കാരിയാ, ബൈബിൾ പഠനത്തിലെ ഉസ്താദാണ്. പഠന ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അച്ഛൻ പറയാ, ഒക്കെ ഉണ്ട് അച്ഛാ, ഭയങ്കര അഹങ്കാരമാണ് ചേച്ചിക്ക്. മാത്രമല്ല ഭയങ്കര വാശി, ഒന്നും ക്ഷമിക്കത്തില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് സഹിക്കാൻ പറ്റാത്ത എൻ്റെ അച്ഛ, എൻ്റെ അപ്പനും അമ്മയും പ്രായമായി. ഈ അപ്പനും അമ്മേനെയും ഈ ചേച്ചിയുടെ കൂടെ നിൽക്കണേ ഈ ചേച്ചി പേടിപ്പിക്കും. എന്നിട്ട് പറയുന്ന പറഞ്ഞ, ഞാനീ പറയുന്നത് നിങ്ങളുടെ മോനോടെങ്ങാനും പറഞ്ഞാണ്ടില്ലോ, ഞാൻ കാണിച്ചു തരാം. അച്ഛൻ കൊച്ചിനോടെ പറഞ്ഞ കാണിച്ചു തരാം. എന്നിട്ട് ഈ അപ്പനും പേടിച്ച് വിറച്ചിട്ട് പറഞ്ഞു എന്ന് പറയാ, മോനെ ചേച്ചിയോടും ചോദിക്കരുട്ടോ, ഞങ്ങളെ കൊല്ലും, ജീവിക്കാൻ സമ്മതിക്കില്ല. അതുപോലെ പേടിപ്പിക്കുക. ഭയങ്കര ബൈബിൾ പഠനം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കാരണം എന്താ അറിയാ, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ പീഡിപ്പിച്ചു, എന്നോട് അങ്ങനെ പറഞ്ഞു. അതിൻ്റെ പേരിൽ വാശി, വെറുപ്പ്, വിദ്വേഷം. ഈ അച്ഛനാണെങ്കിൽ ചോദിക്കാൻ പറ്റുമോ? പാവച്ചൻ സങ്കടപ്പെട്ട് കരഞ്ഞ് തമ്പുരാന്റെ സന്നിധിയിൽ അമ്മയോട് ചേർത്ത്, അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് തൻ്റെ അപ്പനെയും അമ്മേനെയും സമർപ്പിച്ചുകൊണ്ട് ആ ചേച്ചിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനം എന്താണെന്ന് അനുഭവവേദ്യമാക്കി കൊടുക്കണമേ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ചേച്ചിയിൽ നിറയട്ടെ, അത്യുന്നത ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ വചനം അമ്മേനെ പോലെ ജീവിക്കാൻ, പരിശുദ്ധ അമ്മേനെ പോലെ ജീവിക്കാൻ, കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് എല്ലാവർക്കും ഉണ്ടല്ല, വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വചനം മാത്രം മതി. മാതാവിന് ഈ വചനമൊക്കെ അറിയായിരുന്നു കേട്ടോ. ജോബ് 42:1-2, കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ഞാൻ അറിയുന്നു. മാതാവിന് വചനം അറിയാം. ജെറമ്യാ 32:27, ഞാൻ സകല ജനപദങ്ങളുടെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? മാതാവിന് വചനം അറിയാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 1:37 മാലാഖ നേരിട്ട് പറഞ്ഞതാ. ഈ വചനം മാതാവിനറിയാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ചില ആൾക്കാർ പറയും, അച്ഛാ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, എൻ്റെ ഈ ഭർത്താവിനെ മാറ്റിത്തരാൻ കർത്താവിന് പറ്റും. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ചില വചനങ്ങളെ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കും. പക്ഷെ അതല്ല, എൻ്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ അതിൽ തന്നെ ഒരു സഹനമുണ്ട് കുഞ്ഞ്, ഉണ്ട് കുഞ്ഞ്. അത് നീ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് ചുമക്കാൻ ഒരു കുരിശുണ്ട്. മാതാവിനറിയാം, ഞാനിത് വഹിച്ചേ മതിയാകൂ, ഈ വ്യാകുലങ്ങൾ ഏറ്റേ മതിയാകൂ. അതുകൊണ്ട് അൽഫോൺസസ് ലിഗോരി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ യഹൂദന്മാരും പടയാളങ്ങളും കൂടി ഈശോയെ കുരിശിൽ തറച്ചില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മ ഈശോയെ കുരിശിൽ തറച്ചേനെന്ന്. ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ ചെയ്യുമോ നമ്മുടെ അമ്മ? ചെയ്യും. കാരണം എന്നറിയോ,
ഈശോയെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത് കുരിശിൽ മരിക്കാനാ. ഇതിനു വേണ്ടി, മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി. ഈശോ കുരിശിൽ മരിച്ചേ മതിയാകൂ. അതാണ് ഈശോയുടെ ദൗത്യം. അതാ ഗെത്സേമനി പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ആ നിറവേറലാണ് കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ടെ. അപ്പൊ അതാ ഈ അമ്മയ്ക്കറിയാം, അമ്മയ്ക്കതറിയാം, ഈശോ മരിച്ചേ മതിയാകൂ. മാനവരക്ഷയ്ക്ക് വേണ്ടി ഈശോ മരിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ മാതാവ് അതിനുവേണ്ടി തൻ്റെ തിരുക്കുമാരനെ ഒത്തിരിയേറെ ശക്തിപ്പെടുത്തി. മാതൃസ്നേഹം കൊണ്ട്, മാതൃ സംരക്ഷണം കൊണ്ട്, മാതൃ സാന്നിധ്യം കൊണ്ട്. അതുകൊണ്ട് നോക്കിക്കേ, ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയൊന്നുമില്ല. മാതാവ് അവിടെ ഒന്നും അധികം പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നാൽ ഈശോയെ വിടാതെ അമ്മ ചേർന്ന് നിന്ന ഒരു സമയമാണ് കുരിശ് ചുമന്നുകൊണ്ട് പോവുക. ആ സമയത്ത് ആരും എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടാവില്ല. കണ്ടോ മക്കളെ, വചനം മാംസം ധരിക്കണ്ടോ? സ്ലീഹന്മാർ ഓടിപ്പോയി, അത്ഭുതങ്ങൾ അനുഭവിച്ചവരൊക്കെ ഓടിപ്പോയി. ആരും എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടാവില്ല. എൻ്റെ മോൻ മരിക്കണം. ഈ മരണം ലോകത്തിൽ അംഗീകരിക്കാൻ അന്ന് പറ്റത്തില്ല. അതുകൊണ്ട് സ്ലീഹന്മാരൊക്കെ വിട്ടിട്ട് പോയി. ആ സമയത്ത് ഈ അമ്മ, തിരിച്ചറിവുള്ള അമ്മ ചേർന്ന് നിന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സഹനത്തിൽ, അവൻ്റെ ബലഹീനതകളിൽ, അവൻ്റെ ദുർബലതകളിൽ, അവൻ്റെ രോഗങ്ങളിൽ, അവൻ്റെ ഇല്ലായ്മകളിൽ, ചില ദുശ്ശീലങ്ങളിൽ പെട്ടുപോകുമ്പോൾ, ചില വീഴ്ചകളിൽ പെട്ട് വീണ് പോകുമ്പോൾ, അവൻ്റെ കൂടെ ആ കുരിശ് താങ്ങാൻ, ആ വേദന ഏറ്റുവാൻ, അതിനെ പങ്കുചേരുവാൻ കൂടെ നടക്കണം. അതാണ് ബൈബിൾ പഠനം, അതാണ് ബൈബിൾ, അതാണ് വചനത്തിലൂടെ അമ്മ മാംസം ധരിച്ച വചനമാകുന്ന അമ്മ അമ്മയെ പഠിപ്പിക്കുന്നതാണ്. ആ തിരുക്കുമാരൻ്റെ കൂടെയുണ്ട്. നോർത്ത് നോക്കിയേ, തൻ്റെ പ്രിയപ്പെട്ട മോൻ, ചങ്കിൻ്റെ ചങ്കായ മോൻ, ദൈവപുത്രനായ മോൻ, മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായ മോൻ. അതുപോലെ ഒറ്റ ഹൃദയം പോലെ അമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ തിരുഹൃദയവും ഒറ്റ ഹൃദയം പോലെയാ. പരിശുദ്ധമായ സ്നേഹത്തിൽ ഒന്നായിരുന്ന ആ സ്നേഹത്തിൽ ഇതാ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇതുപോലെ പീഡനങ്ങൾ ഏൽക്കുമ്പോൾ അമ്മ ചേർന്ന് നിൽക്കുക. ആ മോനെ കുരിശ് തറയ്ക്കുന്ന രംഗം, ഇതൊക്കെ ജീവിതത്തിൽ വരും മക്കളെ. ദൈവഹിത പ്രകാരം ഈ ദൗത്യം പൂർത്തീകരിക്കാൻ ഏറ്റെടുക്കേണ്ടി വരും. നിശബ്ദമായി അമ്മ നിന്നു. അതാണ് അമ്മയുടെ കരുത്ത്, അതാണ് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പവർ, ദ മൈറ്റി പവർ. അത് സ്വന്തമാക്കണം നമ്മൾ. ഈശോ കുരിശ് തറയ്ക്കുന്നു, കുരിശിൽ കിടക്കുന്നു, ഈശോയുടെ തിരുവിലാവിൽ കുത്തി തുറക്കുന്നു. എന്തുമാത്രം വേദന ഈശോ സഹിക്കുന്ന മക്കളെ. അവിടെയൊക്കെ ഈ അമ്മ വ്യാകുലങ്ങളേറ്റ് നിന്നു, ഇട്ടിട്ട് പോയില്ല, ദൈവത്തോട് പരാതിപ്പെട്ടില്ല. എൻ്റെ മക്കളെ, ജീവിതത്തിൽ ഇതൊക്കെ നമുക്കും ഉണ്ടായേക്കാം. എന്തെങ്കിലുമൊക്കെ ഒത്തിരി വേദനകൾ, തകർച്ചകൾ, പ്രതിസന്ധികൾ. ഇവിടെയൊക്കെ ഈ വചനം മാംസം ധരിച്ച അമ്മേനെ നമ്മൾ പഠിക്കണം. ഒരു വചനം 1000 വട്ടം എഴുതി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കലല്ല വചനത്തിൻ്റെ ആവശ്യകത. ഒരത്ഭുതത്തിൻ്റെ വചനത്തിന് വേണ്ടി പലവട്ടം പറഞ്ഞ് രോഗശാന്തി നേടിയെടുക്കലല്ല വചനം. വചനം മാംസം ധരിക്കുമ്പോൾ അവിടെ സത്യമായും സത്യമായും അവിടെ മുറിവേൽക്കും, അവിടെ സഹനങ്ങളേൽക്കും, അവിടെ നൊമ്പരങ്ങളേൽക്കും. അവിടെ പരാതിപ്പെടാതെ ചേർന്ന് നിൽക്കലാണ് വചനം മാംസം ധരിച്ച ജീവിതം. പ്രിയപ്പെട്ട കുഞ്ഞ്, ഇന്ന് ഈ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ സഹനങ്ങളില്ലേ, പരാതികളും വേദനകളുമില്ലേ, നിരാശപ്പെട്ടിരിക്കുന്നില്ലേ? ഒരു കാര്യം ഓർക്ക്, മാതാവിനറിയാം എന്താണ് വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി മാറ്റും. എല്ലാം എന്ന് പറഞ്ഞാൽ ഈ കുരിശിൻ്റെ വഴിയും ഈ കുരിശിൽ തറക്കിലും ഈ പീഡാനുഭവം കണ്ടു നിൽക്കലും 7 വ്യാകുലങ്ങളല്ല, സമുദ്രം പോലെ വിശാലമായ സഹനത്തിൻ്റെ ആ പെരുങ്കടലും ആ വേദനകളും കർത്താവിൻ്റെ വേർപാടും മരണവും ആ ശവസംസ്കാരവും എല്ലാം നന്മയ്ക്കാക്കി മാറ്റി, അനേക മക്കൾക്ക് രക്ഷയ്ക്കാക്കി മാറ്റി, ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേർന്ന് അനേകം ആത്മാക്കളെ രക്ഷിക്കുവാൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയാം, പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ സഹനങ്ങൾ ഒന്നും വൃഥാവിലല്ല. ശാരീരിക വേദനകളായിരിക്കാം, വാർദ്ധക്യാവസ്ഥയിലെ നൊമ്പരങ്ങളായിരിക്കാം, ഒറ്റപ്പെടുത്തുന്ന വിരഹത്തിൻ്റെ നൊമ്പരങ്ങളായിരിക്കാം, വേർപാടിൻ്റെ വിരഹ ദുഃഖമായിരിക്കാം. എന്തുമാകട്ടെ പ്രിയപ്പെട്ട മക്കളെ, ഒരു വേദനയും അതിൽ തന്നെ നാശകരമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സഹനങ്ങളെ, ഈ വേദനകളെ
കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് അങ്ങ് സമർപ്പിക്കുക. അത് കൃപയാണ് മക്കളെ, അത് അഭിഷേകമാണ് മക്കളെ. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക്. ഇന്ന് പല മാതാപിതാക്കളും, പല അമ്മമാരും അപ്പന്മാരും, ചില പ്രായമായ മക്കളും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആര് കാരണമായോ അവനെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും തള്ളിക്കളയാനും ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ലഭിക്കേണ്ട കൃപ, അതിലൂടെ അനേക മക്കൾക്ക് കൈവരിക്കാൻ സാധ്യതയുള്ള രക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാം. അതുകൊണ്ട് ഇന്ന് ഈ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ, അമ്മയുടെ മധ്യസ്ഥ യാചിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം അമ്മ നമ്മോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുക. നിന്റെ കുടുംബജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും കുരിശുകളും വ്യാകുലങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അതിനെ ഓർത്ത് നിരാശപ്പെട്ട് പരാതിപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണോ നീ? ചില വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്തേ എന്നെ ദൈവം ഇതെനിക്ക് അനുവദിച്ചു എന്ന് ചോദിച്ച് പരാതിപ്പെട്ടിരിക്കണോ? ചെയ്യരുത്. വചനം മാംസം ധരിച്ച അമ്മയെ കണ്ടുപഠിക്കി. പരാതിയില്ലാതെ പരിഭവമില്ലാതെ ശാന്തമായി ദൈവകരങ്ങൾക്ക് സമർപ്പിച്ചു. അതെല്ലാം രക്ഷാകരമായി മാറിയത് ഈശോ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷമാണ് ഉയർത്തെഴുന്നേറ്റത്. ഒരു ഉയർപ്പിന് മുമ്പ്, ഒരു രക്ഷാകരമായ അനുഭവത്തിന് മുമ്പ് പ്രിയപ്പെട്ട മക്കളെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ മുറിവേൽക്കുന്ന, മരിക്കുന്ന, അടക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അവിടെയും പരാതിയില്ലാതെ പ്രത്യാശ കൈവിടാതെ കാത്തുനിന്ന ഒരു വചനം മാംസം ധരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ആ ബൈബിളിനെ പഠിക്കി, ആ വചനത്തെ പഠിക്കി, ആ വചനത്തെ അനുകരിക്കുക. അതാ അമ്മ പറഞ്ഞ്, നിങ്ങളുടെ ജീവിതം കൊണ്ട് എൻ്റെ സന്ദേശങ്ങൾ ജീവിക്കുകയും എനിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുവിൻ. വചനം മാംസം ധരിച്ച അമ്മയുടെ ജീവിതം സ്വന്തമാക്കി സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കുരിശേറ്റെടുത്തുകൊണ്ട് കുരിശിന് ചുവട്ടിൽ നിൽക്കുമ്പോഴും, പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുമ്പോഴും, വേദനകൾ കടന്നു വരുമ്പോഴും, എല്ലാവരും ഒറ്റയ്ക്ക് ആക്കി ഓടിപ്പോകുമ്പോഴും, ഒത്തിരി പ്രതിസന്ധികൾ വരുമ്പോഴും അവിടെയും പരാതിയില്ലാതെ അമ്മയെപ്പോലെ നിൽക്കാൻ സാധിക്കട്ടെ. അതാണ് പ്രിയപ്പെട്ട മക്കളെ വചനം മാംസം ധരിച്ച ജീവിതം. അല്ലാതെ മറ്റേ ചേച്ചീനെ പോലെ വചന ക്ലാസ് കേൾക്കും, വചനം പഠിക്കും, കാണാതെ പഠിക്കും, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കും, കണക്ക് കൂട്ടി പഠിക്കും, പക്ഷേ ജീവിതത്തിലില്ല. അങ്ങനെയുള്ളവർ കർത്താവിനെ പോലും അവഹേളിക്കുന്നവരാ. പറയും, ഓ ഭയങ്കര അച്ഛൻ പറയാ ഭയങ്കര വചനം പഠിക്കുന്നു. എന്ത് കാര്യമുണ്ട് അച്ഛാ? കർത്താവിനെ കളിയാക്കല്ലേ, വചനത്തെ അവഹേളിക്കല്ലേ? നമ്മൾ വചനത്തെ വിലമതിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വചനം ജീവിതമാക്കണം. അതിനുള്ള ഉത്തമ മാതൃകയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ നന്നായിട്ട് പഠിക്കുന്നവൻ ബൈബിള് വായിച്ചില്ലേലും, അങ്ങനെയല്ല കേട്ടോ, ബൈബിൾ എത്ര മാത്രം വായിച്ചില്ലേലും കുഴപ്പമില്ല, മാതാവിനെ അത്ര അടുത്ത് നിന്ന് അങ്ങോട്ട് പഠിക്കുക. അമ്മ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതം കൊണ്ട് അമ്മയുടെ ജീവിതം ജീവിക്കുക. പിന്നെ നീ ബൈബിൾ വായിച്ചില്ലേലും പഠിച്ചില്ലേലും കുഴപ്പമില്ല. അമ്മ വചനമാണ്, അമ്മ ബൈബിളിൻ്റെ പൂർണ്ണതയാണ്, അമ്മയുടെ ജീവിതമാണ് വചനാധിഷ്ഠിതമായ ജീവിതം. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെൻ്റെ പ്രിയപ്പെട്ട മക്കളെ അല്പസമയം ദിവ്യക്കാരുടെ നാഥൻ്റെ കൂടെ അമ്മയാകുന്ന വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ വചനമാകുന്ന കർത്താവിങ്കിൽ വചനമാംസം ധരിച്ച അമ്മയോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം, എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആരാധനയോഗ്യനായ സർവശക്തനായ ദൈവമേ, യേശുവേ, അമ്മയോടൊപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സന്തോഷത്തോടെ കരങ്ങളടിച്ച് എല്ലാ മക്കളും ആരാധിക്കട്ടെ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ.
ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ദിവ്യകാരുണ്യമേ, ജീവന്റെ അപ്പമേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പാപത്താൽ നിറയപ്പെട്ട് എന്നെ നിന്റെ പാണിയാൽ പീഡിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട് എന്നെ നിന്റെ പാണിയാൽ പീഡിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പൊക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പൊക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദിവ്യകാരുണ്യേശോയെ, വചനമാകുന്ന യേശുവെ, വചനം മാംസം ധരിക്കുവാൻ പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്ത കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയും. അമ്മയെ ഞങ്ങൾക്ക് മാതൃകയാക്കി തന്ന് വിശുദ്ധ വചനം എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണല്ലോ. ബൈബിൾ പഠിക്കുന്നതിനേക്കാളും അമ്മയെ അടുത്ത് അനുകരിച്ച് അമ്മയുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ഈശോയെ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നല്ലോ. വചനം മാംസം ധരിച്ച അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, എല്ലാ നൊമ്പരങ്ങൾ, മുറിവുകൾ, വിരഹങ്ങൾ ഈശോയെ അമ്മ ഏറ്റെടുത്ത പോലെ ഏറ്റെടുക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ ഈശോയെ. പലപ്പോഴും ഈശോയെ വേദനകളെ കുറിച്ച് പരാതിപ്പെട്ട് നിരാശപ്പെട്ട് അതിന് കാരണമായവരോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാര ചിന്തയും പുലർത്തി യേശുവേ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ പോലും പലരെയും സ്നേഹിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അമ്മായി അമ്മയോട് വെറുപ്പ്, മരുമകളോട് വെറുപ്പ്. യേശുവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങാകുന്ന വചനം മാംസം ധരിച്ച അമ്മ സഹനങ്ങളെ സ്വീകരിച്ചു, വ്യാകുലങ്ങളെ സ്വീകരിച്ചു, പരാതിയില്ലാതെ സ്വീകരിച്ചു. അതെല്ലാം കുരിശോട് ചേർത്ത് സമർപ്പിച്ച്, അങ്ങയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് സമർപ്പിച്ച്, അതെല്ലാം
കൃപയാക്കി മാറ്റി ഞങ്ങൾക്ക് സഹരക്ഷകയായിട്ട് മാറി. യേശുവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തില്, ഈ ദൗത്യ നിർവഹണത്തില് ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെ, വേദനകളെ, കഷ്ടപ്പാടുകളെ, കുരിശുകളെ, വ്യാകുലങ്ങളെ അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് അമ്മയെ പോലെ കൃപയാക്കി മാറ്റി അനേക മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളെ വിളിച്ചത്. എന്നാൽ കഷ്ടമേന്ന് പറയട്ടെ കർത്താവേ, അതിനൊന്നും തുനിയാതെ, അതിനൊന്നും മുതിരാതെ ഞങ്ങൾ വെറുപ്പിലും വിദ്വേഷത്തിലും ഡൈവോഴ്സിന് വേണ്ടിയും അകന്നും ഭിന്നിച്ചും വാശി പിടിച്ചും കലഹിച്ചും ഞങ്ങൾ ജീവിച്ച് ആ കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിനെല്ലാം ഓർത്ത് ഈശോയെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അമ്മയെ പോലെ ജീവിതത്തിലെ, കുടുംബത്തിലെ, പൗരോഹിത്യത്തിലെ സഹനങ്ങളെ, വേദനകളെ സന്തോഷത്തോടെ, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം കുരിശോട് ചേർത്ത് വച്ച് കൃപയാക്കി മാറ്റുവാൻ, അനേക മക്കൾക്ക് രക്ഷയാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വയെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി അമ്മയുടെ മക്കളായ ഞങ്ങൾ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ പ്രാർത്ഥിക്കുന്നു. ആ കൃപ, ആ ഒരു അഭിഷേകം അമ്മയ്ക്ക് നൽകിയതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ യേശുവേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നലേകൾ തന്ന വേദനകൾ കർത്താവേ, നിൻ സ്നേഹമാണെന്നതോർത്തില്ല ഞാൻ. അങ്ങയുടെ കൃപ നിറയ്ക്കാൻ വേണ്ടി തന്നതാ ഇന്നലേകൾ തന്ന വേദനകൾ. നന്ദി പറയുന്നു കർത്താവേ. നിൻ സ്നേഹമാണെന്നതോർത്തില്ല ഞാൻ. ഓർക്കാതെ പോയതിനെ ഓർത്ത് മാപ്പ് ഈശോയെ. എന്നെ ഒരുക്കുവാ, മാറോടു ചേർക്കുവാ, യേശുവേ എന്നെ ഒരുക്കുകയായിരുന്നു. ഈശോ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നു കുഞ്ഞ്. എന്നെ ആ കരങ്ങളിലേക്ക് നിന്നെ സമർപ്പിക്കും. മാറോടു ചേർക്കുക, ആ മാറിലേക്ക് നിന്നെ സമർപ്പിക്കും മോനെ, മോളെ. എന്നെ ഒരുക്കുകയായിരുന്നു. ഓ എന്റെ സ്നേഹമേ, ദൈവ സ്നേഹമെത്ര സുന്ദരം, ഈശോ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. അമ്മയെ പോലെ സമർപ്പിച്ചേ കുഞ്ഞേ ഈശോയെ. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ ജീവിതത്തെ സമർപ്പിക്കും മോനെ, മോളെ. എന്റെ കൊച്ചു ജീവിതത്തെ ഇതാ കർത്താവേ നിന്റെ ദാസൻ, ഇതാ കർത്താവേ നിന്റെ ദാസി അമ്മയോടൊപ്പം കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. വ്യാകുലങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി ദൈവം വിളിച്ച ജീവിതം, തൻ്റെ പ്രിയപ്പെട്ട മകനെ കുരിശിൽ തറച്ച് അനേകം മക്കൾക്ക് വേണ്ടി കീറി മുറിച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ജീവിതം, പരാതിയില്ലാതെ പരിഭവമില്ലാതെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിച്ച ഈശോയെ, അങ്ങാകുന്ന വചനത്തിന് സമർപ്പിച്ച അമ്മയെ പോലെ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിയുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെയും വേദനകളെയും മുറിവുകളെയും ഒറ്റപ്പെടുത്തലുകളെയും അതിലുള്ള കഷ്ടപ്പാടുകളെയും കർത്താവേ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അമ്മയോടൊപ്പം, അമ്മയുടെ കൂടെ, അമ്മയെ പോലെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാ ഞങ്ങളത് തീരുമാനമെടുത്ത് അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞെ, എൻ്റെ ജീവിതത്തിലെ വേദനകൾ, കഷ്ടപ്പാടുകൾ, നൊമ്പരങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വ്യാകുല മാതാവിനോട് ചേർന്ന്, ജപമാല രാജ്ഞിയോട് ചേർന്ന് അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് രക്ഷയാക്കി മാറ്റുന്ന കുരിശിനേക്ക്
ദിവ്യകാരുണ്യനാഥനിലേക്ക് സമർപ്പിക്കുക. അത് നിനക്കും നിന്റെ കുടുംബത്തിനും മക്കൾക്ക് രക്ഷയാകും. നീ ഇപ്പോൾ ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മോനാണോ മോളാണോ, ഒരിക്കലും ചെയ്യരുത്. ആരോടെങ്കിലും വെറുപ്പോ ശത്രുതയോ വിദ്വേഷമുണ്ടോ, അതെല്ലാം വിട്ടുപേക്ഷിക്ക്. ആ വേദനകള്, ആ സഹനങ്ങള്, ആ നൊമ്പരങ്ങള് വ്യാകുല വാളുകളെ പോലെ ഏറ്റെടുത്ത അമ്മയുടെ ആ ഒരു ജീവിത മാതൃക കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. സമർപ്പിക്കും മക്കളെ. വ്യാകുലങ്ങളോടും വേദനകളോടും കൂടെ അമ്മയോട് ചേർന്ന് സമർപ്പിക്കേ. ഞങ്ങൾക്കായി ദൈവമാതാവേ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി എന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മയ്ക്ക് ലഭിച്ച ഈ കൃപാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. എനിക്ക് ലഭിക്കട്ടെ സഹിക്കാനുള്ള കൃപ, സ്നേഹിക്കാനുള്ള കൃപ, കുരിശോട് ചേർത്ത് സമർപ്പിക്കാനുള്ള കൃപ, പരാതിയില്ലാതെ പരിഭവമില്ലാതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കൃപകൾ കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. ഈശോയ്ക്ക് നന്ദി പറയാം മക്കളെ. വലിയ സന്ദേശം നൽകി കർത്താവ് നമ്മെ ഇന്ന് കുരിശോട് ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ, രക്ഷിക്കുവാൻ, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ സ്വർഗത്തിൻ്റെ സന്ദേശമാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകിയത്. നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളൊക്കെ വിശുദ്ധമായ ആയുധമായ ജപമാലയിലൂടെ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി വരുന്ന ഈ 10 ദിവസം എല്ലാ മക്കളും കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ തീവ്രതയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. അമ്മയുടെ വലിയ സാന്നിധ്യം, അമ്മയുടെ വലിയ മാതൃക, അമ്മയുടെ വലിയ ജീവിതം നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പുണ്യദിനങ്ങളാണ് ഈ ദിനങ്ങൾ. അതുകൊണ്ട് വലിയ തീഷ്ണതയോടെ അനേക മക്കളോട് ഈ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എല്ലാ മക്കളും ശ്രദ്ധിക്കണേ. അതോടൊപ്പം തന്നെ കർത്താവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഷെക്കേന ചാനലിനെയും ഈ മിനിസ്ട്രിയെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിന് കർത്താവെ ഈ ചാനലിനെയും ഈ മിനിസ്ട്രിയെയും ഇതിൻ്റെ എല്ലാ നേതൃത്വത്തെയും സന്തോഷ് ബ്രദറിനെയും ടീമംഗങ്ങളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അനേക മക്കൾ സാമ്പത്തികമായി സഹായിക്കുന്നവർ, പ്രാർത്ഥനയോട് സഹായിക്കുന്നവർ, ഇതിൽ ശുശ്രൂഷിച്ച അനേക മക്കൾ, എല്ലാ മക്കളെയും ഈശോയെ അനുഗ്രഹിക്കണം. എല്ലാ തിന്മയിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം. മാത്രമല്ല ഈ കാലഘട്ടത്തിൻ്റെ സ്വർഗത്തിൻ്റെ വലിയ തിരഞ്ഞെടുപ്പാണ് ഈ ശുശ്രൂഷ, ഈ ചാനല്. കർത്താവെ അനേക ആയിരങ്ങളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി DTH ഒക്കെ തുറന്നു കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അനേകരിലേക്ക് ഈ വാതിൽ തുറക്കപ്പെടണം, ഈ മിനിസ്ട്രിയുടെ വാതിൽ തുറക്കപ്പെടണം. അതെല്ലാം വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് എല്ലാ കൃപകളെയും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അമ്മയോട് ചേർത്ത് ദൈവികാനുസരണത്തിലേക്ക് ഉയർത്തി, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഷെക്കേനയെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ഈ മിനിസ്ട്രിയെ അഭിഷേകം ചെയ്യണമേ. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ. പിശാചിക സ്വാധീനങ്ങൾ, അന്ധകാര ശക്തികൾ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, എല്ലാ ദേശങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് നന്ദിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അങ്ങയുടെ മാറോട് ചേർത്ത് പിടിക്കണമേ. അമ്മയെ പോലെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് കുരിശിൻ ചുവട്ടിലാകട്ടെ, ഏത് വ്യാകുലങ്ങളുടെ മേഖലയിലാകട്ടെ പരാതിയില്ലാതെ നിൽക്കുവാൻ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്തിൽ
രക്തത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.